നമ്മുടെയൊക്കെ പുരാണങ്ങളിൽ അധിവസിച്ചിരുന്ന കുന്തി ദേവി ഒന്നും കൂടെ ഫേമസ് ആയിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും. കാലഘട്ടം എന്നല്ല പറയേണ്ടത് അല്ലേ, ഈ ഒരു അടുത്തുള്ള സമയങ്ങളിൽ, അടുത്തുള്ള ദിവസങ്ങളിലായിരിക്കും. ഞാനിതൊരാളെ പരസ്യമായിട്ട് അപമാനിക്കുകയോ കളിയാക്കുകയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. മറ്റൊരാളുടെ പ്രൈവസിയിൽ ഇടിച്ചു കയറിയിട്ട് അവരുടേതായ ഒരു താല്പര്യങ്ങൾക്കോ അവരുടേതായ ഇഷ്ടങ്ങൾക്കോ മൂല്യം കൊടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അവരും മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കെതിരെ മാത്രമാണ് ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു വരുന്നത്. എല്ലാവരെയും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ അമ്മയും മോളും കൂടിയിട്ട് കുറച്ച് ചെടി പരിപാലനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ തക്കാളി തൈയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് മാറ്റി വയ്ക്കി, അത്യാവശ്യത്തിന് വലുതായിട്ടുണ്ട്, ചാക്കിലാക്കി നിറച്ച് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മതിൽ പണിയൊക്കെ നടന്നിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് സിമൻറ്റ് ചാക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിറച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മണ്ണ് നിറയ്ക്കാൻ കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ ചപ്പും സാധനങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലാണ്, മുകൾ ഭാഗത്ത് ഒരു ലെയറായിട്ടാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. നന്ദുമോളുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ അവളോട് സംസാരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഞാൻ ഈ പറഞ്ഞു വന്ന കുന്തി ദേവി ചരിതം ഉണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കുന്തി ദേവിയെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ വല്ലാണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. പാണ്ഡവരുടെ അമ്മയാണെന്ന് മാത്രമുള്ളൊരു വിവരമാണ് എനിക്കുണ്ടായിരുന്നത്. പാണ്ഡുവിൻ്റെ ഭാര്യ പാണ്ഡവരുടെ അമ്മ, അങ്ങനെയാണ് എൻ്റെ ഒരു അറിവിൽ കുന്തി ദേവി കർണൻ്റെ അമ്മ. ഇതിനും കൂടുതൽ എന്താണ് കുന്തി ദേവി എന്നുള്ളൊരു കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. MTയുടെ 2ാം മൂഴം അത് ഞാൻ വായിക്കാൻ തുടങ്ങിയത് എൻ്റെ അടുത്ത് അമ്മൽ പറഞ്ഞതിന് ശേഷം കേട്ടോ. ഞാൻ ആ ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എന്താണ് കുന്തി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആക്ച്വലി പാണ്ഡവരിലെ അർജുനൻ്റെയും ഭീമൻ്റെയും യുധിഷ്ഠിരൻ്റെയും അമ്മയാണ് കുന്തി എന്ന് പറയുന്നത് അല്ലേ. സഹദേവൻ്റെയും നകുലൻ്റെയും അമ്മ മാദ്രിയാണ്. ഇതറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ അറിവിൽ ഈ 5 പേരുടെയും അമ്മ കുന്തിയാണ്. പക്ഷേ സഹദേവൻ്റെയും അതുപോലെ തന്നെ നകുലൻ്റെയും അമ്മ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയാണ്. അവർ മരിച്ചു. പാണ്ഡുവിൻ്റെ 2ാം ഭാര്യയുടെ മക്കളാണ് ഇവർ 2 പേരും. ഇന്ന് നമ്മൾ പ്രഭാഷണത്തിനായിട്ട് വന്നിരിക്കേണ്ടതൊന്നും അല്ല കേട്ടോ. എനിക്കിത് പറയാൻ തോന്നി. എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല എന്ന് തോന്നി. നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ഒരു കൂട്ടം ആൾക്കാരുണ്ട് സ്ത്രീകളെ പരസ്യമായിട്ട് അപമാനിക്കുക, അതായത് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളൊരു സംഭവം മുതലാക്കിക്കൊണ്ട് അതിനെ എന്തും പറയാം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന കുറച്ച് പേരുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്തും പറയാം എന്നുള്ളൊരു ലൈസൻസ് അല്ല. അത് മനസ്സിലാക്കാത്തവരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോഴോ ഒരു ഫോട്ടോ ഇടുമ്പോഴോ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് നമുക്ക് പലപ്പോഴും അറപ്പുളവാക്കുന്നതാണ്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ചിന്താഗതിയുണ്ട്, ഇവരിത് വായിച്ച് അത് ആസ്വദിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റിനുള്ള കൂടുതൽ പേരും. അങ്ങനെ അല്ലാത്തവരുണ്ട്. ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ. പബ്ലിക്കായിട്ട് വന്ന് പറയാൻ എനിക്ക് അങ്ങനെ വലിയ മടിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾ പബ്ലിക്കായിട്ട് അടിക്കുന്ന കമൻറ്റുകളാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്. അത് റീഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ളത്. കാല് കണ്ട പ്രശ്നം, കൈ കണ്ട പ്രശ്നം, ക്ലിവേജ് കാണിക്കൂ, എനിക്കിതിൻ്റെ കക്ഷം മണക്കണം എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇത്ര വലിയ സംഭവമാണോ ഒരു പെണ്ണിൻ്റെ കക്ഷം മണക്കുക എന്ന് പറയുന്നത്? എനിക്കറിയില്ല നിങ്ങളതിൽ എന്ത് സുഖമാണ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അതങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് ഉണ്ടല്ലോ, അതെന്താണെന്നൊന്നും എനിക്കും അറിയില്ല. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളൊരാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുമ്പോൾ അത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പണി മേടിക്കുക തന്നെ ചെയ്യും കേട്ടോ. നമ്മൾ സാധാരണക്കാർക്ക് ഒരു പക്ഷെ നീതി കിട്ടിയില്ല എന്നൊക്കെ ആയിരിക്കും. പക്ഷെ സെലിബ്രിറ്റികൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഹണി റോസിൻ്റെ ഒരു വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അടിയിലോ പോയിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കുക. നാളെ അത് ഒരു പക്ഷേ സെലിബ്രിറ്റികളിൽ നിന്ന് സാധാരണക്കാരിലേക്ക് മാറുകയാണ് എങ്കിൽ ഈ പറയുന്ന കമൻസിനൊക്കെ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ഞാൻ ഇന്നാൾ ത്രെഡിൽ ഒരാളായിട്ട് ഒരു അടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അയാൾ കമൻ്റ് അടിച്ചിരിക്കുകയാണ്, വേറൊന്നുമല്ല,
എല്ലാവരും വെയിറ്റ് ചെയ്യൂ, ചേച്ചിയുടെ അത്യാവശ്യത്തിനുള്ള ഹോട്ട് പിക്സുകളൊക്കെ നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അതായത് ആ ഒരു കാല് കണ്ടതിൻ്റെ ബേസിലാണ്, മുട്ടിന് താഴേക്കുള്ള ഒരു കാല് കണ്ടപ്പോഴേക്കും അയാൾക്ക് എന്തോ വലിയ സംഭവം കിട്ടി എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ കാലും അവൻ കാണുന്നുണ്ടായിരിക്കും അല്ലേ, ആ ഒരു കൂട്ടത്തിൽ കാണേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കാല് കാണുക എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ഇമ്മാതിരി കമൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ തിരിച്ച് ഞാൻ പ്രതികരിക്കാത്ത ഒരാളാണ്. അന്ന് എൻ്റെ കയ്യിൽ പോയിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഞാൻ നന്നായി പ്രതികരിച്ചു. അവസാനം അവന് പേടിയായിട്ടാ എന്താണെന്നൊന്നും അറിയില്ല, അവസാനം അവൻ തന്നെ എല്ലാ കമൻറ്റും എന്താ പറയുക, കമൻ്റ് അല്ല, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവൻ പോയി. എനിക്കതിൽ സന്തോഷമുള്ളൂ. അവൻ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട്, ഒരാൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഒന്ന് ഇടിഞ്ഞു വീഴാനൊന്നും പോകണമെന്നില്ല. പക്ഷേ ഈ പറയുന്ന എല്ലാ വൃത്തികേടുകളും കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നും നമ്മൾ ആർക്കുമില്ല. ഇതിന് മുന്നേ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളതൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരനുഭവം എന്ന് പറയുന്ന ഒരു കാര്യം, എനിക്ക് എവിടെ നിന്നും ഒരു നീതി എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടില്ല. സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, SP ഓഫീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അവരെല്ലാവരും പറഞ്ഞത് ഇത് പുറമേയുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനോ ഒന്നിനും നമുക്ക് സാധിക്കില്ല. മലയാളികളാണെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. ഇപ്പോൾ FBയിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പിക്ക് വെച്ചിട്ടൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക, അതൊക്കെ അവർക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഞാൻ പറയില്ലേ, എൻ്റെ അടുത്ത് ഫേസ്ബുക്കിലുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് അവർ നമ്മൾ ആ ചെക്കനെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി തന്നതാണ്. എനിക്ക് അവനെ മാത്രമേ അറിയുള്ളൂ. അവൻ ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ഒരാളായിരുന്നു. പക്ഷെ ആരാണ് ഈ ആഡ് കൊടുത്തതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് റിവീലായിട്ടില്ല. അവർ കണ്ടുപിടിച്ച് തന്നിട്ടുമില്ല. അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ അടുത്ത് സൈബർ സെല്ല് പറഞ്ഞിട്ടുണ്ടാകുന്നത്. പക്ഷെ അതൊരു സെലിബ്രിറ്റിയാണ് പറഞ്ഞത് എങ്കിൽ അവരത് കണ്ടുപിടിച്ച് കൊടുക്കില്ലേ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. നമ്മളൊരു സെലിബ്രിറ്റി അല്ല, ഒരു സിനിമാ നടിയല്ല, ഒരു സീരിയൽ നടിയല്ല, അല്ലെങ്കിൽ വലിയ വലിയ മന്ത്രിമാരോ അല്ലെങ്കിൽ എന്താ പറയുക, രാജ്യം ഭരിക്കുന്ന ആൾക്കാരോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയല്ലാത്ത സാധാരണക്കാർക്ക് ഒരു നീതിയും ഒന്നുമില്ല. ഇപ്പോൾ ഹണി റോസ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, നമ്മുടെ മുഖ്യമന്ത്രിക്കൊരു കംപ്ലയിൻറ്റ് കൊടുത്തു, പിറ്റേ ദിവസത്തേക്ക് അതിനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്താൽ അത് നടപടിയാക്കി തരാൻ ആരാ ഉള്ളത്? എൻ്റെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞൊരു കാര്യം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുക, അതിൽ പിക്ചേഴ്സ് ഇടാതിരിക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. എന്താ നമുക്കതിനുള്ള റൈറ്റ്സ് ഇല്ലേ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല എന്നാണോ പോലീസുകാർ പറഞ്ഞു വരുന്നത്? എനിക്കറിയില്ല. ആരെ പേടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി വെക്കേണ്ടത്? ഈ ഉള്ള എന്താ പറയുക, കുറേ സദാചാരവാദികൾ തന്നെയല്ലേ പറയാം. അങ്ങനെയുള്ള ആൾക്കാരെയാണോ നമ്മൾ പേടിക്കേണ്ടത്? നമ്മുടെ സന്തോഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തല്ലിക്കെടുത്തിയിട്ട് ഇരിക്കണോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു സമയത്ത് നമ്മൾ നല്ല പ്രായത്തിൽ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരായ്ക ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വൃത്തികേട് കാണിച്ചിട്ടോ തുണി ഊരി കാണിച്ചിട്ടോ ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മളിതൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റണില്ല, വീട്ടിൽ നമ്മൾ പിള്ളേരെ നോക്കിയിരിക്കേണ്ട അവസ്ഥ, വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് തന്നെ ചെറിയ ചെറിയ രീതിയിൽ കുറച്ച് വല്ലാണ്ടൊന്നും ഞാൻ പറയണമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ നമുക്കൊരു പ്ലാറ്റ്ഫോമാണിത് അല്ലേ, നമ്മളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഉള്ളിലുണ്ടാവുന്ന ചെറിയ ചെറിയ കലകളെ അതൊക്കെ ഒന്ന് ഉണർത്തി വിടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് യൂസ് ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം ആർക്കാണുള്ളത്? അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കുന്തിദേവി എന്ന് പറയുന്നത് അത് നമ്മുടെ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു വലിയ അത്രയും എന്താ പറയുക, പഞ്ചപാണ്ഡവരുടെ അമ്മയാണ് അല്ലേ. അവരെ ആരും കളിയാക്കിയിട്ട് മറ്റൊരു ദ്വയാർത്ഥത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ദ്വയാർത്ഥത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കാം. അവനടുത്ത് സ്വന്തം ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരോടൊക്കെ സംസാരിക്കാം. എന്തിനാ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മെക്കിട്ട് കയറാൻ നിൽക്കണത്? പണ്ടിതുപോലെ ഞാനും കേട്ടിട്ടുണ്ട് ഈ താറാവ് എന്നുള്ളൊരു വിളി. അത് അഭിമാനത്തോടു കൂടി എടുക്കാൻ ആർക്കും സാധിക്കൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ ശരീരഭാഗം അല്ലെങ്കിൽ ശരീരഘടന എന്നൊക്കെ പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ഉള്ളതൊക്കെ എല്ലാതും ഒരു സാധനം തന്നെയാണ്. എല്ലാവർക്കും ഉള്ളത് ഒരു സാധനം തന്നെയാണ്. പിന്നെ പലരും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഹോർമോണിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക, പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ലക്കായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ കണക്കൂട്ടിയാൽ പോരെ. ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലർക്കും ഇപ്പം എൻ്റെ ഭർത്താവിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹണി റോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൽ പലർക്കും ഹണി റോസിനെ ഭയങ്കര ഇഷ്ടമാണ്. അവരാരും പോയി പബ്ലിക്കായിട്ട് അവരെ അവഹേളിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് നമുക്കാണെങ്കിലും പല തോന്നലുകളും പല ഇഷ്ടങ്ങളും പല വികാരങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം പബ്ലിക്കായിട്ട് പോയി പ്രസൻറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല.
ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ. നിങ്ങളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എങ്കിൽ പണിയായിരുന്നു വാങ്ങിക്കുക തന്നെ ചെയ്യും. ഭാവിയിൽ ഇതൊരു ഹണി റോസിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ഒന്ന് ഓർമ്മിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഈ താറാവ് എന്നുള്ള വിളിപ്പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്ര വലിയ ആത്മാഭിമാനവും കാര്യങ്ങളൊന്നും അല്ല ഫീൽ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹണി റോസിൻ്റെ ആരാധികയൊന്നുമല്ല. എനിക്ക് അവരത്ര വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല താനും. പക്ഷേ ഞാൻ അവരെ അഡ്മയർ ചെയ്യണ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്കിത് പ്രതികരിക്കാനുള്ള ഒരു എന്താ പറയുക മനസ്സ് കാണിച്ചു അല്ലേ. എല്ലാം കേട്ട് മിണ്ടാതിരിക്കേണ്ട ആവശ്യകതയില്ല, നമുക്കും ഉണ്ട് അഭിമാനം എന്നുള്ളൊരു കാര്യം അവർ തുറന്ന് കാണിച്ചു. അതിൽ ഞാൻ അവരെ സമ്മതിക്കണം കേട്ടോ. ഈ ഒരു ടോപ്പിക്കും കൊണ്ട് വന്നതൊന്നുമല്ല ഈ ഒരു വീഡിയോ, കുറച്ച് നാൾ മുന്നായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഇന്നത് പറയാൻ തോന്നി, അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കേണ്ടി വരും. എനിക്ക് എന്തത് പറഞ്ഞില്ലെങ്കിൽ വല്ലാത്തൊരു മനസ്സമാധാനക്കേട് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു എന്താ പറയുക ചേഞ്ച് ആയിപ്പോയത്. നമ്മുടെ കൃഷി എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് ചേഞ്ച് ചെയ്ത് അത് ഹണി റോസിലേക്ക് എത്തിയത് അതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ കുഞ്ഞിനൊരു കുഞ്ഞ് വെണ്ടക്കായ ഉണ്ടായി വരുന്നുണ്ട്. വേണ്ട എനിക്കിഷ്ടമല്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. എനിക്കൊരു 1.5 മണി വരെ. ഇന്ന് വൈകിട്ട് നമുക്ക് കൊള്ളിയും അതുപോലെ തന്നെ ബീഫുമാണ് കേട്ടോ. ഞാനിപ്പോൾ തലേദിവസം കൊള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് കാലത്ത് പോയി വാങ്ങി. നല്ല ചള്ള് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ ബീഫൊക്കെ അറക്കുന്ന സ്ഥലമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ബീഫ് നമുക്ക് MESൽ പോയാൽ കിട്ടും. അവിടെ തന്നെയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് കേട്ടോ. പോർക്കൊക്കെ വാങ്ങിക്കണം എന്ന് വെച്ചാൽ നമ്മൾ നേരെ കണ്ടശാങ്കടയ്ക്ക് പോകണം. നല്ല കൊള്ളിയായിരുന്നു കേട്ടോ, നല്ല രസത്തിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സംസാരത്തിലൊരു ദേഷ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യണുണ്ടോ? അതായത് ഇങ്ങനെ ആത്മരോഷം കൊടുമ്പിരി കൊണ്ട് നിൽക്കുക അങ്ങനെ തോന്നുന്നുണ്ടോ? ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും കേട്ടോ, നമുക്കങ്ങനെ ഫീൽ ചെയ്യും. കാര്യം നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം മറ്റൊരാളിലൂടെ അവർ പ്രസൻറ്റ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. അതാണിപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്കവിടെ നീതി കിട്ടില്ല എന്ന് വരുന്ന ഒരു വശത്ത് നമ്മൾ സൈലൻ്റ് ആവുക ചെയ്യൂലേ. എൻ്റെ ജാതകപ്രകാരം ഉണ്ട് കേട്ടോ, പാർട്ടിയിലൊന്നും ഇറങ്ങരുത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ ഈ ഒരു പാർട്ടീനോട് എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല, ഇപ്പോഴും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കും വല്ല മുതൽവൻ പോലെ എന്തെങ്കിലും ഒരു പൊസിഷനൊക്കെ ഒരു ദിവസത്തേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഞാൻ കാര്യങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടാവുന്ന. എല്ലാവർക്കും ഉണ്ടായിരിക്കില്ലേ അങ്ങനൊരു തോന്നൽ. നമുക്കൊരു ദിവസം ഒരു അധികാരം അങ്ങോട്ട് എഴുതി കിട്ടുകയാണെങ്കിൽ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അമ്മ പോയി ചോര വിത്ത് കൊതു പിടിച്ചതാ. കുട്ടു ഡയറ്റിലാണ് അത്ര. ക്രിക്കറ്റ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര, തടി കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ ഡയറ്റാണ്, പക്ഷെ അത് കള്ള ഡയറ്റാണ് എന്നാണ് അവൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസമാണ് നന്ദുമോള് വീണിട്ട് കൈ സ്ക്രാച്ച് അല്ല ചതവാണ്. ആക്ച്വലി അവളുടെ കൈ ഓൾറെഡി ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ വീണിട്ട് ഇതേപോലെ നമ്മുടെ റിസ്റ്റിൻ്റെ സ്ഥലത്ത് തെറ്റിയിട്ടുണ്ടായിരുന്നു. ആ തെറ്റൽ അവിടെ നിന്ന് ഇപ്പോൾ 2-3 വട്ടമൊക്കെ ആയിട്ടുണ്ട്. വീണ്ടും സെയിം ആവർത്തിച്ച് വരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും അത് തന്നെയാണ് സംഭവം. നന്ദുമോളെ കൈക്ക് എന്ത് പറ്റി എന്നുള്ള കമൻറ്റ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടിയാണ് കേട്ടോ. അത്യാവശ്യത്തിന് പണി പുറത്തുണ്ടായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ കൊടുക്കൽ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ബീഫ് വെക്കേണ്ടതൊന്നും കാണിച്ചിട്ടില്ല. ഇതിന് മുന്നേ നമ്മൾ ബീഫ് വെക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്, സാധാരണ വെക്കുന്ന പോലെ തന്നെ. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി എപ്പോഴെങ്കിലും ഞാൻ വെക്കുമ്പോൾ ഷോർട്സ് ആക്കിയിട്ട് ഒരെണ്ണം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൊള്ളി വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിലേക്ക് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഹോസ്പിറ്റലിലേക്ക് പോയത് നന്ദുമോളും അമ്മൂട്ടിയും അതുപോലെ തന്നെ ചേച്ചിയും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അമ്മൂനെ നിങ്ങൾ വീഡിയോയിലൊന്നും കാണാത്തത്. പായും അതുപോലെ തന്നെ കുട്ടും എൻ്റെ അടുത്തുള്ളത്. ചേട്ടൻ പിന്നെ എവിടേക്കോ പുറത്തേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ ഞങ്ങൾ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞാനില്ല, അമ്മു, നന്ദുമോള്, കുട്ടും പായും ഉണ്ടാക്കിയ സ്പോട്ടിൽ തന്നെ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കുട്ടു?
സൂപ്പർ വായുനാക്രാന്തം എങ്ങനെയുണ്ട് പൊളിസാണ് അതെ അതുപോലെ തന്നെ ഉണ്ടോ ടേസ്റ്റ് രണ്ടാളോ ഒന്നുകൂടി നോക്കിയേ ഓക്കെ ഫോട്ടോ എടുത്ത് തരണം പയ്യമ്പ അങ്ങനെയുണ്ട് ബീഫ് അതിനുണ്ട് കുട്ടപ്പൻ സെറ്റ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. എൻ്റെ പേജിൽ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊളാബ് ചെയ്തിട്ട് അവരായിട്ടൊരു വീഡിയോ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഈ ഡ്രസ്സുകളും കാണാം. അപ്പോൾ അവർ നമുക്കത് അയച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. ഒന്ന് പേജ് കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വെറൈറ്റിയാണ്, നന്നായിട്ട് വെറൈറ്റികൾ കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടും. മറ്റ് എവിടെയും കാണാത്ത രീതിയിലുള്ള പല പല ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവരുടെ പേജിലുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വെച്ചാൽ ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ആ പേജ് ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കി നോക്കൂ. എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ അവരായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ കൊളാബിൽ കയറി നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ പേജ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ ആത്മരോഷം മൊത്തം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കത് ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞ് തീർത്തിട്ടുള്ളത് കേട്ടോ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിലും കൂടെ പറയും. ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും വന്നുകൊണ്ടിരിക്കുമല്ലോ. നമുക്ക് എന്തെങ്കിലും പറയാൻ ബാക്കി ഉണ്ടാവുന്നേ, അതൊക്കെ നമ്മൾ എന്തായാലും പറയുക തന്നെ ചെയ്യും. മിണ്ടാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഒരു പെണ്ണിൻ്റെ വസ്ത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണ് അവൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പബ്ലിക് ആവുന്ന സമയത്താണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എല്ലാവരെയും അവരവരെ പാട്ടിന് വിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കാമുകനാണെങ്കിലും സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അവർക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.